വിവാദങ്ങൾക്കിടെ വഖഫ് ബോർഡിന് കടിഞ്ഞാണിടാൻ സർക്കാർ നീക്കം. ഹൈക്കോടതി ഉത്തരവിന്റെ പിൻബലത്തിൽ വഖഫ് ബോർഡ് അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ച ഉത്തരവിറക്കി. മദീന ബീഗത്തിനായിരിക്കും അഡ്മിനിസ്ട്രേറ്റർ ചുമതല. ഇതോടെ തീരുമാനങ്ങൾ പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലാകും. വി എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. വി എസ് രഞ്ജിത്ത്, ഈ ഉമീദ് പോർട്ടലിൽ ഭൂമി രജിസ്റ്റർ ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട ആണ് ആദ്യ വിഷയം എന്ന് പറയുന്നത്. സർക്കാർ നയത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് ബോർഡ് തീരുമാനമെടുത്തത് എന്ന് അന്ന് തള്ളിപ്പറയുകയും ചെയ്തു. ഇതിപ്പോ ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കാനുള്ള കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ സർക്കാർ സ്വന്തം തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഉള്ള ഒരു ആദ്യ ചുവട് വെച്ചിരിക്കുന്നു. മാധു, വഖഫ് ബോർഡിനെ പൂർണ്ണമായും പിരിച്ചുവിടുക, LDF സർക്കാരിന്റെ വഖഫ് ബോർഡിനെ പൂർണ്ണമായും നിർവീര്യമാക്കുക എന്നുള്ളതായിരുന്നു UDFന്റെ ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ വഖഫ് ബോർഡ് നിർവീര്യമാക്കാനുള്ള, അതിനെ ഇപ്പോൾ ഇല്ലാതാക്കാനുള്ള നടപടിക്രമത്തിൽ ആദ്യത്തെ നടപടിക്രമം ആയിരിക്കുന്നു. അതായത് വഖഫ് ബോർഡിന്റെ ചെയർമാനും നിലവിലെ വഖഫ് ബോർഡ് അംഗങ്ങൾക്കും നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഹൈക്കോടതി ഉത്തരവുണ്ടായിരിക്കുന്നു. ആ തീരുമാനം എടുക്കാൻ യോഗ്യതയുള്ളത് ഒരു ജോയിന്റ് സെക്രട്ടറിക്കായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ജോയിന്റ് സെക്രട്ടറിയെ അഡ്മിനിസ്ട്രേറ്ററാക്കി നിയമിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. അത് പറഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ, അതായത് ഇന്ന് ഹൈക്കോടതി പറഞ്ഞനുസരിച്ചുള്ള ഒരു ജോയിന്റ് സെക്രട്ടറിയെ, ഫിഷറീസ് വകുപ്പിന്റെ പോർട്ടിന്റെ ഒക്കെ ചുമതലയുള്ള ജോയിന്റ് സെക്രട്ടറി മദീന ബീഗത്തെ വഖഫിന്റെ ചുമതലയുള്ള ജോയിന്റ് സെക്രട്ടറി ആക്കുന്നു. പുതിയ ഉമീദ് നിയമപ്രകാരം ആ ജോയിന്റ് സെക്രട്ടറി വഖഫ് ബോർഡിലെ മെമ്പർ കൂടിയായിരിക്കും. ഇനിയിപ്പോൾ ചെയർമാനോ അംഗങ്ങൾക്കോ തീരുമാനമെടുക്കാൻ പറ്റില്ല. സർക്കാരിന്റെ ആ തീരുമാനങ്ങൾ ജോയിന്റ് സെക്രട്ടറി വഴി നടപ്പാക്കപ്പെടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UDF സർക്കാരിന്റെ ആദ്യത്തെ അജണ്ട അതായിരുന്നു. അമുസ്ലിം അംഗങ്ങളെ കയറ്റുക എന്നുള്ളതല്ല, നിലവിലെ അംഗങ്ങളെ മുഴുവൻ അവരെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ഒരു കൗൺസിൽ ബോർഡ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അവരുടെ അജണ്ട. അതിന്റെ ആദ്യ സ്റ്റെപ്പായി നിലവിലെ ബോർഡിനെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലേക്ക് വഖഫ് ബോർഡ് പോകുന്നു. ഇനിയിപ്പോൾ നിലവിലുള്ള വഖഫ് ബോർഡിന്റെയും സർക്കാരിന്റെയും നയനിലപാടുകൾ രണ്ട് വഴിക്ക് തന്നെയായിരുന്നല്ലോ വി എസ് രഞ്ജിത്ത്. കാരണം 8ന്റെ പണി തന്നു എന്ന VD സതീശൻ തന്നെ പറഞ്ഞതാണ്. സ്വാഭാവികമായും സാധ്യമായ എന്തു മാറ്റത്തിലുള്ള സാധ്യതയും ഉപയോഗിക്കുമെന്നതിൽ തർക്കമൊന്നുമില്ലല്ലോ. തീർച്ചയായിട്ടും 8ന്റെ പണി തന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒഴിഞ്ഞു മാറാനുള്ള ഒരു ഉപാധി കൂടിയായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു എന്നതുകൊണ്ട് മാത്രം വഖഫ് ഭൂമിക്ക് എന്തെങ്കിലും മാറ്റം വന്നു എന്ന് പറയാൻ സാധിക്കില്ല. ഉമീദ് പോർട്ടൽ എന്ന് പറയുന്നത് വഖഫ് ഭൂമികൾ വഖഫായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓൺലൈൻ സംവിധാനം മാത്രമാണ്. പക്ഷേ വഖഫുമായി ബന്ധപ്പെട്ട് UDFന്റെ നിലപാടുകൾ നടപ്പാക്കാൻ LDF കാലത്ത് നിയമിക്കപ്പെട്ട ചെയർമാനും അംഗങ്ങളും തടസ്സമാണ് എന്ന് UDF തിരിച്ചറിഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ആ അംഗങ്ങളെ മാറ്റാനുള്ള നീക്കവുമായി മുന്നോട്ട് പോയത്. അതിന്റെ തുടക്കം ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ നിയമനത്തിലായിരിക്കും. വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചുകൊണ്ട് സർക്കാരിന്റെ വഴിക്ക് വഖഫ് ബോർഡിനെ കൊണ്ടുവരാനുള്ള ആദ്യ ചുവടുവെപ്പ് UDF സർക്കാർ നടത്തിയിരിക്കുന്നു.